എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫാം വിസിറ്റിൽ ഞാൻ കണ്ട ഒരു വിശിഷ്ട അതിഥിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒരു വലിയ ആൺമയിലാണ് ആ തെങ്ങിൻ്റെ പട്ടയിലിരിക്കുന്നത്. അത് ഇവിടുത്തെ ഗ്രാൻഡ് ഫാദറാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഈ ആൺമയിൽ ഇവിടെ വന്നിട്ട് കുറേ കാലമായി. ഇവിടെ ഇപ്പോൾ വലിയൊരു പട തന്നെയുണ്ട്, ഒരു 10-20 എണ്ണം ഉണ്ട്. കുറേ പെൺമയിലുകളും കുറേ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരു വലിയ പട നമ്മുടെ ഫാമിൻ്റെ തൊട്ട് പിന്നിൽ ബാരനായിട്ട് കിടക്കുന്ന ചെറിയ പുല്ലുകളൊക്കെ വളർന്ന് കുറ്റിക്കാട് പോലെ നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇവരുടെ ക്യാമ്പ്. അവിടെയാണ് ഇവർ കൂട് കെട്ടി മുട്ടയിട്ട് വളരണതൊക്കെ അവിടെയാണ്. ഞാനിന്ന് നമ്മുടെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ പിന്നിൽ കുറച്ച് സീതപ്പഴം ഉണ്ടായിരുന്നു, അത് പാകമായൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഒരെണ്ണം കിട്ടി, നല്ല മൂപ്പായിട്ടുണ്ട്, അത് പൊട്ടിച്ചെടുത്തു. പിന്നെ മുള്ളാത്തേൽ വല്ല പഴം ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതിലൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. പിന്നെ പൂമൊട്ടുകളുണ്ട് അതിൽ, മുള്ളാത്തേൽ. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ നടന്നു പോകുന്ന ഒരു മാവിൻ്റെ ചോട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര ഒരു ശബ്ദം. എന്താണെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ മയിലിങ്ങനെ പറന്ന് പോകണം. മാവിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു. മാവിൻ്റെ മുകളിൽ നിന്ന് പറന്ന് കുറച്ച് അകലെയുള്ള ഒരു തെങ്ങിൻ്റെ പട്ടയിൽ ചെന്നിരുന്നു. അപ്പം ഞാൻ ഏകദേശം ഒരു 150 മീറ്റർ അകലെ നിന്നിട്ടാണ് ഞാൻ ക്ലോസപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി ഇത്തിരി കുറവാണ്, എല്ലാവരും ക്ഷമിക്കുമല്ലോ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം എല്ലാം മൊബൈലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ 100% ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കാണാൻ പറ്റും കുറേശ്ശെ. ഏകദേശം മയിലാണെന്നുള്ളത് മനസ്സിലാകുന്ന അത്രയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ആ പട്ടയിൽ അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു, മയിലിനെ തന്നെ കാണിച്ചാൽ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് നമ്മുടെ ഫാമിൻ്റെ ചില ഭാഗങ്ങൾ പച്ചപ്പ്, ഇപ്പം മഴക്കാലമല്ലേ, നല്ല പച്ചപ്പാണ്, പ്രകൃതി ഭംഗി എല്ലാം കാണിക്കാം എന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് വ്യൂ നമ്മുടെ ഫാമിൻ്റെ ബാക്കിൽ നിന്ന്, പറമ്പിൻ്റെ ബാക്കിൽ നിന്ന് അങ്ങ് വെസ്റ്റേൺ സൈഡ് ലോങ് ഡിസ്റ്റൻസ് വ്യൂ 1-2 ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണത്. ക്ലൗഡ്, ചെറിയ ക്ലൗഡ്, അതിൻ്റെ ഇടയ്ക്ക് ബ്ലൂ സ്കൈ, താഴെ ഗ്രീൻ, നല്ല ഉയരമുള്ള തെങ്ങിൻ്റെ തലപ്പുകൾ, അങ്ങനെ പലതും അതിൽ കാണാൻ പറ്റും. പലർക്കും ഇത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോയിലൂടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മയിലിൻ്റെ വലിയ മയിലാണിത്, ഭയങ്കര സൈസാണ്. അതിൻ്റെ പീലിയൊക്കെ ഭയങ്കര നീളമാണ്, ഒരുപാട് വാല് കണ്ടില്ലേ, നീണ്ടിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കുറച്ച് ക്ലൗഡ് ഉണ്ട്, രാവിലെ കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി നിങ്ങൾക്ക് കാണാം. നല്ല ക്ലൗഡും അതിൻ്റെ ഇടയിൽ നീലാകാശം, രണ്ടും കൂടിയിട്ടുള്ള ഒരു വ്യൂ ആണ്. കുറേ തെങ്ങുകൾ, വളരെ ഡിസ്റ്റൻറ്റ് വ്യൂ ആണത്. കുറേ തെങ്ങുകളുണ്ട്, തെങ്ങിൻ്റെ തലപ്പുകളും തടിയും നീലാകാശവും മേഘവും എല്ലാം കൂടെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചിലർക്കെങ്കിലും ആസ്വദിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ മയിലിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് അതൊരു മോട്ടിവേഷനായിരിക്കും, കൂടുതൽ ചെയ്യാൻ ഒരു സപ്പോർട്ടായിരിക്കും. അത്രയും ചെയ്താൽ മതി. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.